മലയാളികൾക്കെന്നും ആവേശവും അഹങ്കാരവുമാണ് നടന വിസ്മയം ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. മോഹൻലാലിൽ നിന്നും ലാലേട്ടനിലേക്കുള്ള വളർച്ചയ്ക്ക് മോഹൻലാലെ കൊണ്ടെത്തിച്ച ചിത്രമാണ് മദ്രാസിലെ മോൻ. 1982 റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ കേരളത്തിലാകമാനം ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സിനിമയുടെ പ്രമേയം 1980 ഒക്ടോബർ 6 കേരളത്തിൽ നടുക്കിയ കരിക്കിൻവില്ല ഇരട്ട കൊലപാതകമാണ്. ഈ കേസിലെ സുപ്രധാന പ്രതിയായിരുന്ന മദ്രാസിലെ മോൻ റെനി ജോർജ് തന്റെ കൂട്ടാളികളോടൊപ്പം സ്വന്തം ബന്ധുക്കളെ പണത്തിനു വേണ്ടി ക്രൂരമായി കൊന്നൊടുക്കി. കരിക്കിൻവില്ല കൊലപാതകം ഇന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വെറും 10 ദിവസങ്ങൾക്കകം റെനി ജോർജിനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടി കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചു. മനുഷ്യരുടെ ചിന്തയിൽ ആ ജീവിതത്തിന് വിധി എഴുതി കഴിഞ്ഞിരുന്നു. ഇനി പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ക്രൂരനായി അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ മനുഷ്യർ എഴുതിയത് അവസാനിപ്പിച്ച സ്ഥലത്ത് ദൈവം എഴുതി തുടങ്ങി. ദൈവവചനം അദ്ദേഹത്തെ സ്പർശിച്ചു. യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തടവുകാരുടെയും ബന്ധുക്കളുടെയും അടുക്കൽ ചെന്നുകൊണ്ട് മാപ്പ് ചോദിക്കുകയും ക്രിസ്തു സ്നേഹം പ്രഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഇടയിൽ പ്രത്യാശയുടെ സാക്ഷ്യമായി മാറി. അതുകൊണ്ടാണ് പറയുക, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഓരോ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, ഓരോ പാപിക്കും ഒരു ഭാവിയുണ്ട്. ഇന്നത്തെ സുവിശേഷം റെനി ജോർജിനെ കുറിച്ചല്ല, മറിച്ച് എന്നെക്കുറിച്ചാണ്, നമ്മെക്കുറിച്ചാണ്. നാം എത്ര പെട്ടെന്നാണ് മറ്റുള്ളവരെ വിധിക്കുക. ഒരു തെറ്റ് കണ്ടാൽ നാം നമ്മുടെ സഹോദരനെ മുദ്രകുത്തും. ഇവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഇവൻ ഇങ്ങനെയാണ്, ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു, ദൈവം എഴുതി തീർക്കാത്ത കഥയ്ക്ക് നാം വിധി എഴുതരുത്. ശരിക്കും ചിന്തിച്ചാൽ ഈ ഉപമയിലെ യഥാർത്ഥ നായകൻ ആരാണ്? ചിലരെങ്കിലും പറയും ഇത് ഗോതമ്പിന്റെ ഉപമയാണെന്ന്, മറ്റു ചിലർ പറയും ഇത് കളകളെ കുറിച്ചുള്ള ഉപമയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് യജമാനനെ കുറിച്ചുള്ള ഉപമയാണ്. യജമാനന്റെ അനന്തമായ കരുണയെയും ക്ഷമയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപമ. യേശു ഉപയോഗിച്ചിരിക്കുന്ന കള എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ സിസാനിയ എന്നാണ്. ഇത് പാലസ്തീനിൽ വളരുന്ന ഡാർണൽ എന്ന വിഷച്ചെടിയെ സൂചിപ്പിക്കുന്നു. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഡാർണലും ഗോതമ്പും ഏതാണ്ട് ഒരുപോലെയായിരിക്കും. വിളവെടുക്കുമ്പോഴേ ഏതാണ് ഡാർണലെന്നും ഏതാണ് ഗോതമ്പെന്നും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യജമാനൻ ഉടനടി പിഴുതെറിയാൻ അനുവാദം നൽകാത്തത്. കാരണം കളയാണെന്ന് കരുതി ഗോതമ്പും പറിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഇത് എത്രയോ സത്യമാണ്. കാരണം പലരെയും നാം കളയെന്ന് കരുതി വിധിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഗോതമ്പായിരിക്കാം. യേശു ഇവിടെ സസ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുകയല്ല, മറിച്ച് മനുഷ്യന്റെ ഹൃദയ പരിവർത്തന സാധ്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. കളകൾ ഒരിക്കലും വളർന്നു കഴിഞ്ഞാൽ ഗോതമ്പാകില്ല. പക്ഷേ കളകൾ പോലെയുള്ള മനുഷ്യ ജീവിതത്തിന് ഗോതമ്പാകാനുള്ള സാധ്യതയുണ്ട്. കള പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ദൈവകൃപ ലഭിക്കുമ്പോൾ ഗോതമ്പ് പോലെ വിളവ് നൽകാൻ സാധിക്കും. ഇന്നത്തെ വായനാഭാഗങ്ങളുടെ ഏറ്റവും മനോഹരമായ സന്ദേശവും ഇത് തന്നെയാണ്. മനുഷ്യന് വിധി എഴുതുവാനുള്ള തിടുക്കത്തെയും ദൈവത്തിന് കാത്തിരിക്കുവാനുള്ള ക്ഷമയെയും സൂചിപ്പിക്കുന്നു. ദൈവം ഭൂതകാലം നോക്കിയല്ല മനുഷ്യനെ വിലയിരുത്തുക. വിശുദ്ധ പൗലോസിനെ ഓർക്കുക. ഒരു കാലത്ത് സഭയെ പീഡിപ്പിച്ച സാവൂൾ, ക്രിസ്ത്യാനികളെ ജയിലിലടച്ചവൻ, എല്ലാവരുടെയും കണ്ണിൽ അപകടകാരിയായ മനുഷ്യൻ. എന്നാൽ ദമാസ്കസിലേക്കുള്ള വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ ഒരു പീഡകനെ ലോകത്തിലെ ഏറ്റവും വലിയ അപ്പസ്തോലനാക്കി മാറ്റി. മനുഷ്യൻ കണ്ടത് സാവൂളിനെ, ദൈവം കണ്ടത് പൗലോസിനെ. വിശുദ്ധ പത്രോസിനെ ഓർക്കുക. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ. നാം ആയിരുന്നെങ്കിൽ അവനെ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു അവനെ വിശ്വസിച്ചു. തന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് ഏൽപ്പിച്ചു. മനുഷ്യൻ കണ്ടത് പരാജയം, ദൈവം കണ്ടത് ഒരിടയനെ. പൊക്കക്കുറവുള്ള സക്കായിയെ ഓർക്കുക. ജനങ്ങൾ അവനെ പാപിയെന്ന് വിളിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. ആ ഒരു കൂടിക്കാഴ്ച അവന്റെ ജീവിതം മാറ്റിമറിച്ചു. ഈ 3 സംഭവങ്ങളും ഒരൊറ്റ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ ഭൂതകാലം കാണുന്നു, ദൈവം ഭാവിയും. ഈ ഞായറാഴ്ചത്തെ വായനാഭാഗങ്ങൾ നമ്മെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ആരെയും പെട്ടെന്ന് വിധിക്കരുത്. വേലക്കാർ യജമാനനോട് ചോദിച്ചു, ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെയോ? യജമാനന്റെ മറുപടി വ്യക്തമായിരുന്നു, വേണ്ട. അതായത് അത് നിങ്ങളുടെ ജോലിയല്ല. എത്ര വേഗത്തിലാണ് നാം മനുഷ്യരെ വിധിക്കുന്നത്.
ഒരു വീഴ്ച, ഒരു തെറ്റ്, ഒരു പാപകരമായ പ്രവൃത്തി, ഇതൊക്കെയും കണ്ടുകൊണ്ട് ആ മനുഷ്യൻ കൊള്ളരുതാത്തവൻ, ഒരു ഉപയോഗവുമില്ല, അവനൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെയും പറഞ്ഞ് നാം വിധിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് നാം കാണുന്നത്. പക്ഷേ ദൈവം അവന്റെ ജീവിതം മുഴുവൻ നോക്കിക്കാണുന്നു. നാം ഒരു അധ്യായം മാത്രമാണ് വായിക്കുന്നത്, ദൈവം പുസ്തകം മുഴുവൻ വായിക്കുന്നു. നാം ഒരു രംഗം മാത്രമാണ് കാണുക, ദൈവം ജീവിതം മുഴുവൻ കാണുന്നു. അതുകൊണ്ടാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്, വിധിക്കരുത്, അപ്പോൾ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. രണ്ടാമതായി, നിങ്ങളെ തന്നെ ഒരിക്കലും എഴുതിത്തള്ളരുത്. ഈ സുവിശേഷം മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, എന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷി നമ്മോട് തന്നെ പറയും, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, നിന്നെ കൊണ്ടൊരു ആവശ്യവുമില്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു, ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. ഓർക്കുക, ദൈവം ഒരിക്കലും നിങ്ങളുടെ ഭൂതകാലം കാണുന്നില്ല, എപ്പോഴും കാണുക നിങ്ങളുടെ ഭാവി കാലമാണ്. പത്രോസ് വീണു, പക്ഷേ വീണു കിടന്നില്ല. പൗലോസിന് തെറ്റിപ്പോയി, പക്ഷേ തെറ്റിൽ ജീവിച്ചില്ല. സക്കേവൂസ് പാപിയായിരുന്നു, പക്ഷേ ജീവിതം പാപത്തിൽ അവസാനിച്ചില്ല. റെനി ജോർജ് കൊലപാതകിയായിരുന്നു, പക്ഷേ ജീവിതം കുറ്റവാളിയായിട്ടല്ല അവസാനിപ്പിച്ചത്. ഇന്നും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോകം പലപ്പോഴും പറയും ഗെയിം ഈസ് ഓവർ, പക്ഷേ ദൈവം പറയും നോട്ട് യെറ്റ്. നിങ്ങൾ ഇന്നും ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല, ദൈവം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി ദൈവം നിങ്ങൾക്ക് സമയം നൽകുന്നത് പോലെ മറ്റുള്ളവർക്കും സമയം നൽകുക. ഇന്നത്തെ ഉപമയിലെ നായകൻ സാവകാശം നൽകുന്ന യജമാനനാണ്. അവന് കളകളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, എന്നിട്ടും കാത്തിരുന്നു. കാരണം അവനറിയാം, വിതച്ച വിത്ത് അടുത്ത ദിവസം മരമാകില്ല, ഒരു കുഞ്ഞ് ഒരു ദിവസം കൊണ്ട് വളരില്ല. അതുപോലെ ഒരു മനുഷ്യന്റെ മാനസാന്തരവും ഒരു നിമിഷം കൊണ്ടുണ്ടാകില്ല. ദൈവം നമ്മോട് കാണിക്കുന്ന ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കരുണ, ഇത് പല പാപികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കാം. വിശുദ്ധ മോണിക്ക അഗസ്റ്റിനെ കൈവിട്ടില്ല, യേശു വലതുവശത്തെ കള്ളനെ കൈയൊഴിഞ്ഞില്ല. ഓർക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിന് നിങ്ങളുടെ സഹോദരങ്ങളെ കൈവിടണം? സുഹൃത്തുക്കളെ, ആരും പുസ്തകത്തിന്റെ ആദ്യ 10 പേജുകൾ വായിച്ചിട്ട് പുസ്തകം കൊള്ളില്ല എന്ന് വിധി എഴുതാറില്ല. ഒരു സിനിമയുടെ ആരംഭം കണ്ടിട്ട് ക്ലൈമാക്സ് കൊള്ളില്ല എന്ന് വിധി എഴുതാറില്ല. വിതച്ച വിത്ത് 2-ാം ദിവസം കുഴിച്ചെടുത്ത് ഇത് വളരില്ല എന്ന് പറയാറില്ല. കാരണം സമയം അതിന്റെ അത്ഭുതം ചെയ്യും. അതുപോലെ ദൈവകൃപയ്ക്കും സമയം നൽകുക. അതുകൊണ്ട് നമുക്ക് 3 തീരുമാനങ്ങൾ എടുക്കാം. ഒന്നാമതായി, ഞാൻ മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കില്ല. രണ്ടാമതായി, ഞാൻ എന്നെ തന്നെ തള്ളി പറയില്ല. മൂന്നാമതായി, ക്രിസ്തു എനിക്ക് സാവകാശം നൽകുന്നത് പോലെ ഞാൻ മറ്റുള്ളവർക്കും സമയം നൽകും. സുഹൃത്തുക്കളെ, അവസാനമായി ഈ ഞായറാഴ്ചയുടെ സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ പറയാം. ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയ്ക്ക് ഒരിക്കലും അവസാനം വരെ എഴുതരുത്. കാരണം മനുഷ്യൻ കാണുന്നത് ഇന്നത്തെ കളയെയാണ്, ദൈവം കാണുന്നത് നാളെയുടെ വിളവാണ്.